ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കാറുള്ള KFC ചിക്കൻ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ KFC ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 ചിക്കൻ പീസസാണ് എടുത്തിട്ടുള്ളത്. ലെഗ് പീസസാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. എങ്കിലും നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും മസാലയൊക്കെ ഈ ചിക്കൻ്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ പിടിച്ചു വന്നോളും. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തൈരൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. അപ്പോൾ ഞാൻ 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മസാലക്കൂട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാലയിലേക്കാണ് നമ്മൾ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് മസാല പിടിക്കാനായിട്ട് വയ്ക്കേണ്ടത്. ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള 4 ചിക്കനും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ 2 മണിക്കൂറിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും നല്ലതുപോലെ മസാല പിടിച്ച് കിട്ടും. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും മസാല പിടിക്കാനായിട്ട് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനൊരു 6 മണിക്കൂർ മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ച് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ച് എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ഒരു പ്രാവശ്യം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ചിക്കൻ കോട്ട് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള മാവൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ 1/2 കപ്പ് അളവിൽ തന്നെ നമുക്ക് കോൺഫ്ലോറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഓരോന്നായിട്ട് എടുത്ത് ഈ ഒരു മാവ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് 2 രീതിയിൽ ഇത് കോട്ട് ചെയ്തെടുക്കാം. ഒന്നുകിൽ നമുക്ക് ലൈറ്റായിട്ട് ഈ ഒരു മാവ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും മുട്ടയുടെ ആ ഒരു മസാല കൂട്ടിലൊന്ന് മുക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം തന്നെ നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒറ്റ പ്രാവശ്യം മാത്രമേ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കണം. നന്നായിട്ട് മാവൊന്ന് കുടഞ്ഞ് കളയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ ആ ഒരു രീതിക്ക് ഇതിൻ്റെ പുറം ഭാഗം കിട്ടും. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ മാവിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 സൈഡും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് 2 സൈഡ് നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഈ എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് വരും. ആ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മുടെ 2 ചിക്കനും നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.